എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രസന്ന ശിവദാസൻ ചുമതലയേറ്റു. പ്രസന്ന ശിവദാസനെ എന്നിവരെ നിയമിച്ചതായി ജനാൽ അറിയിക്കുന്നു. അഡ്വക്കേറ്റ് ജോസഫ് രാജേറ്റ് DCC പ്രസിഡന്റ്. കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത. പ്രസന്ന ശിവദാസൻ എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റു. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സൗജന്യമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ട് പിറ്റേ മന്ത്രിസഭ കയറിയിട്ടില്ല. പിറ്റേ ദിവസം അവരെ ട്രാൻസ്പോർട്ട് ബസ് പോയി തടുത്തു. ഇത് തുടങ്ങണ്ടേ? അപ്പോൾ ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവർ ആരംഭിച്ചു. പക്ഷെ നമ്മൾ തുടങ്ങി ജനങ്ങളുടെ പൂർവ്വ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് VD സതീശൻ നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി. വളരെ ദീർഘ 2 മാസത്തിനുള്ളിൽ തന്നെ ധാരാളം പരിപാടികളുമായി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് തുഫാൻ പരിപാടി ആരംഭിച്ചു. ജനങ്ങൾക്കും എല്ലാവർക്കും ആശ്വാസമുണ്ടാകുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ്. നമ്മൾ ചെറുപ്പക്കാരും അതുപോലെ തന്നെ മദ്യപിച്ചും ലഹരിക്കു അടിമയായിട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ പ്രവർത്തകന്മാർ അതിൽ പിന്തിരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് പേര് ജയിലിലുണ്ട്. അപ്പോൾ അതിന് യാതൊരു മാറ്റം വരുത്താതെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും തുഫാൻ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന് തൊട്ടടുത്ത് നമ്മുടെ സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്ര, അതുപോലെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അത് തടുക്കാൻ വേണ്ടി ആ ഗവൺമെൻറ്റുമായി ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളായി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടികൾക്കാണ് നമുക്ക് മുൻതൂക്കം നൽകി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. ഈ ഇവിടെ തുടങ്ങുന്ന കോൺഗ്രസ് ഓഫീസ് നിരവധി വർഷങ്ങളായിട്ട് പണിയൊക്കെ കഴിഞ്ഞ പരിപാടി മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ പങ്കെടുക്കുന്ന ഭാരവാഹികൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനും അവർക്കുള്ളൊരു അത്താണിയാണ് ഈ എടവിലങ്ങിലെ കോൺഗ്രസ് കമ്മിറ്റി ആഫീസെന്ന് അവർക്ക് തോന്നണം. പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, അങ്ങനെ തുടങ്ങിയ മത്സ്യത്തൊഴിലാളികൾ എന്ന് വേണ്ട നമ്മുടെ ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട്. ആ കാര്യങ്ങൾ നടപ്പാക്കാൻ അവർക്കുള്ള അത്താണിയായി കോൺഗ്രസിൻ്റെ ആഫീസ് മാറണം. അത് മാറിയാൽ മാത്രമേ കോൺഗ്രസ് ആഫീസാവുള്ളൂ. അല്ലാതെ രാവിലെ ഒരുത്തം വന്ന് വൈകുന്നേരം വരെ ഏറ്റുപോകുന്ന പ്രശ്നമില്ല. ജനങ്ങൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പരിപാടിയുണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുണ്ട്. അതിലൊക്കെ അവരെ പങ്കാളിയാക്കിക്കൊണ്ട് അവർക്ക് ആശ്വാസമേകുന്ന വലിയൊരു നടപടിക്രമമാണ് ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. മുൻ മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി PK ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പ്രൊഫസർ KA സിറാജ്, PA മുഹമ്മദ് സഗീർ, PV രമണൻ, സേവ്യർ പങ്കേത്ത്, DCC അംഗം RB മുഹമ്മദ് അലി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷരീഫ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, സൈനുദ്ദീൻ കാട്ടകത്ത്, KS രാജീവൻ, റഷീദ് പോനാക്കുഴി, KR അശോകൻ, PH നാസർ, അസീസ് കാട്ടകത്ത്, സലാം പതിയാശ്ശേരി, PM മനാഫ്, TK നസീർ, അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, EM അബ്ദുൽ സലാം, PK ചന്ദ്രബാബു, AM കമറുദ്ദീൻ, ജയലക്ഷ്മി ടീച്ചർ, മഹിളാ കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് ആശ കമറുദ്ദീൻ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹാരിസ്, പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ്മി ടൈറ്റസ് സ്വാഗതവും നിയുക്ത മണ്ഡലം പ്രസിഡന്റ് പ്രസന്ന ശിവദാസൻ നന്ദിയും പറഞ്ഞു.